ഏട്ടാ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആള് വന്ന്. ആളെ കൊണ്ടുവന്നാ എവിടെയാ എവിടെയാ അങ്ങോട്ട് പോകേ ഇവിടെ നേരം എടുത്ത ആ തന്നെ അത് കൂടെ എടുത്തോട്ടെ. പോട്ടെ 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 കൊണ്ടുപോയിടേ. ചേട്ടാ ഞങ്ങളുടെ വെള്ളം ഇവിടെ വെച്ചാ മതി. എങ്ങനെ? ഏട്ടനെടുത്ത് അകത്തോട്ട് വെച്ചോളൂ. ഇത് എനിക്കുള്ള വെള്ളം. അതിന് മുന്നേ പോണത് എൻ്റെ ഭാര്യ തങ്കത്തിനുള്ള വെള്ളം. അതിൻ്റെ ഏറ്റവും മുന്നേ പോണത് എൻ്റെ മോള് തക്കളിക്കുള്ള വെള്ളം. ഇവിടത്തേക്ക് വെള്ളമില്ലേ? ഇവിടത്തേക്ക് വെള്ളം വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കടേ. നിനക്ക് നിന്റെ കാര്യം. എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം. അതാണ് നല്ലത്. ഈ 3 കുപ്പി വെള്ളം മേടിക്കുന്ന കാശുണ്ടെങ്കിൽ അത് കൂടെ 100 കൂടി വനം കൊടുത്ത ബനും കൂട്ടിയിട്ട് ആ ടാങ്ക് വൃത്തിയാക്കിയിരുന്നില്ലേ? അവനോടുള്ള വാശിക്ക് ഇപ്പൊ തന്നെ ഒരാളെ വിളിച്ചിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യടാ. അമ്മാവന്റെ ഉപദേശം എനിക്ക് വേണ്ട. അമ്മാവന്റെ കാര്യം, അവന്റെ കാര്യം എനിക്കറിയാൻ എന്ത് വേണമെന്നുള്ളത്. ഈ ടാങ്ക് വൃത്തിയാക്കാൻ ഞാൻ മതി. എനിക്കറിയാൻ എന്ത് വേണ്ടത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്ന് ഒരു തുള്ളി വെള്ളം അപ്പുറത്ത് വീട്ടിൽ പോകില്ല. അങ്ങനെ വേണ്ടി എനിക്കറിയാം. അല്ല നീ വേണ്ട, എനിക്കറിയാം. ഒരാളെ സഹായം വേണ്ട എനിക്ക്. അല്ല ഞാൻ വരട്ടെ? വേണ്ടേ, എനിക്കറിയാം എന്റെ വീട്ടിൽ ടാങ്ക് വൃത്തിയാക്കാൻ. ക്ലീറ്റോ ആ ഇങ്ങന്നെ ഇതെന്താ? ഇതാണ് വെള്ളം അഥവാ ജലം. അല്ല ഇതെന്താ ഇവിടെ വെച്ചേക്കണേ? നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ. അപ്പൊ അപ്പുറത്ത് കൊടുത്തല്ലോ അല്ലേ? അപ്പുറത്ത് എന്തിനു കൊടുക്കണം? അവർക്കും വെള്ളമില്ലല്ലോ. അവർക്ക് വെള്ളം അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് ഇതുപോലത്തെ വെള്ളം മേടിക്കണം. ഇത് ഞാൻ പാർട്ടി ഓഫീസിൽ ഇരുന്നത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ 3 എടുത്തോണ്ട് പോകുന്നു. ഇനി അപ്പൊ ഇതാണ് ഇവിടുന്ന് ഞാൻ ഇപ്പൊ പരിഹരിക്കാന്ന് പറഞ്ഞു പോയത്. എടി ഇതിപ്പോ ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചില്ലേ? ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചോ? തൊട്ടിയും കയറും ഇപ്പോഴും അതിനകത്ത് തന്നെ. അതിനകത്ത് ചത്ത് ചീഞ്ഞു കിടക്കുന്ന സാധനം അതും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ പ്രശ്നം തീർന്നോ? അത് രണ്ടും എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം ഈ വീട്ടിൽ വെള്ളമില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നാളത്തേക്ക് എന്ത് ചെയ്യും? എടി ഇന്നത്തേക്കും നാളത്തേക്കും ഇതൊക്കെ. ഇനി മറ്റന്നാളത്തെ കാര്യം ആലോചിച്ചാൽ പോരെ, അത് നാളെ ആലോചിക്കാം. എന്റെ ക്ലീറ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കുന്നേ അതിനകത്ത്. അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അവൻ അത്ര വാശിയാണെങ്കിൽ എനിക്ക് അതിനേക്കാളും വാശിയാണ്. ഇത്രയും വാശി അങ്ങനെ പാടില്ല. ഏട്ടാ ഏട്ടാ കനക ഏട്ടാ എവിടെയാ? ഈ ടാങ്കില് വീണെന്ന് തോന്നുന്നു. കേറാൻ പറ്റില്ലേ? എന്തേ എവിടെ? നീ എന്താ നിന്റെ ഉള്ളിലിരിക്കുന്നേ? കേറ്. അങ്ങോട്ട് മെല്ലെ കേറ്. അറിയാ എടാ നീക്കടാ. നീ എന്ത് കൂടെ പതുക്കെ നീക്കി. ഒന്നൊന്ന് പറഞ്ഞ നിനക്ക് പേടിക്കണ്ട. പിടിക്ക്. ഇതെങ്ങനെ പിടിക്കണം? അമ്മ ഒന്ന് അങ്ങോട്ട് നീങ്ങിക്ക്. ഇത് എങ്ങനെയാ അങ്ങോട്ട് കിടക്കുക? നീ ആദ്യം വാ. മെല്ലെ പതുക്കെ പതുക്കെ വാ. മെല്ലെ നീക്കാൻ നോക്ക്. എഴുന്നേക്ക് നീ. കൈതാ. അങ്ങനെയല്ല, നീ ഒന്ന് പതുക്കെ. ഞാൻ പിടിക്കാം. ഈ കൈ അങ്ങോട്ട് തിരിക്ക്. ഈ കൈ അങ്ങോട്ട് തിരിക്ക്. അങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ട് ഷോളർ ഇവിടെ തടയുണ്ട്. എടുത്ത കിട്ടണ്ടേ? അങ്ങനെ കാലും തിരിക്കല്ലേ? ഒന്നും പതുക്കെ 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 എടുക്കെ. ഞാൻ പറയാം. ഒന്ന് കൈ തല ഇങ്ങോട്ട് കൊണ്ട് കളിക്കല്ലേ? എടാ ഒരു പേടി പഠിക്കണ. നീ പിടിക്ക്. ഒന്നാമത് ഈ വയ്യാത്ത പണിക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? ആവേശമല്ലേ? പേടിക്കണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ. മറ്റേ വണ്ടിനെ വിളിച്ചാലോ? ഇങ്ങനെ എന്താണ് അപകടം പറ്റുമ്പോ വരുന്ന ഒരു വണ്ടി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പണിയുണ്ട്, പണിയുണ്ട്, പണിയുണ്ട്. നിങ്ങൾ പേടിക്കല്ലേ, പണിയുണ്ട്. ഫയർഫോഴ്സിനെ വിളിച്ചാലോ? ഫയർഫോഴ്സാ? വേണ്ട വേണ്ട, ഒന്നുകൂടി നോക്കാം നമുക്ക്. കനക കനക
കനകാ ആ ഓ എന്തോ ഇവിടെ ഉണ്ട് അളിയുണ്ട് ഇവിടെ. അളിയ ഒന്നുമില്ല, നിനക്കൊന്നും പറ്റിയില്ല. ഒരു കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഒന്നുമില്ലടി. ഇങ്ങോട്ട് നോക്കളിയാ, കണ്ണിങ്ങോട്ട് നോക്കിയാ ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. നോക്ക് നോക്ക്. വെറുതെ വയ്യാത്ത പണിക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടാ. ഒരു 500 റുപ്യ കൊടുത്തെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ കൊടുത്ത് നടക്കാറുന്നില്ലേ? എന്നാ ഈ ബുദ്ധിമുട്ടുണ്ടാ? എന്തോ ഒരു 500 എടുത്തിട്ട് എന്തിന്? ആരെങ്കിലും വിളിച്ചോണ്ട് വാ. എന്തിന്? ടാങ്ക് വൃത്തിയാക്കണ്ടേ? അതിന് ടാങ്ക് വേണ്ടേ? ടാങ്ക് എന്ത് ചെയ്ത്? നീ ബോധം കെട്ട് കിടന്നപ്പോ ടാങ്ക് വെട്ടിപ്പൊളിച്ചല്ലേ നിന്നെ പുറത്തെടുത്തേ.